കാരണം നിങ്ങൾ മനസ്സിലാക്കണം വെച്ചാൽ ഫ്രോഡുലൻസി എന്ന് പറഞ്ഞ സാധനം എത്രയൊക്കെ റൂൾ ഉണ്ടാക്കിയാലും ആൾക്കാർ അതിലൊരു ഫ്രോഡുലൻസി കണ്ടെത്തിയിരിക്കും. അപ്പോൾ ഒരു ജെന്യുവൻ ആയിട്ടുള്ള സ്റ്റുഡൻറ്റിൻ്റെ പേരിൽ ഒരു ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ആൾക്ക് ഇപ്പോൾ ഈവൻ പാസ്പോർട്ടും പല കാര്യങ്ങളും അവർക്ക് ഫോർജ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നടക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിനെയൊക്കെ തടയിടാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ ലോങ്ങർ ഇൻ്റർവ്യൂസും അതിനുള്ള കാര്യങ്ങളിലോട്ടൊക്കെ പോകുന്നത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കനേഡസ്കർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴേക്കും ഒരു ചെറിയൊരു അപ്ഡേറ്റ് ആണ്. എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. കാരണം നിങ്ങൾക്ക് വരാനായിട്ട് വരുമ്പോൾ, അതായത് ആ ഒരു സാഹചര്യം വരുമ്പോൾ, ഇപ്പോൾ സ്റ്റഡി പെർമിറ്റിലോ അല്ലെങ്കിൽ വിസിറ്റ് വിസയിലോ അല്ലെങ്കിൽ ഈവൻ PR കിട്ടുമ്പോൾ പോലും വരുന്നൊരു അപ്ഡേറ്റിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഡെഫിനറ്റ്ലി അതുകൊണ്ട് ഈ വീഡിയോ ഫുള്ള് കാണുക. പിന്നെ നിങ്ങൾ ഞങ്ങളെ ബേസിക്കലി എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. അത് കാനഡയിൽ ഇപ്പോൾ വന്നേക്കുന്ന ഒരു അപ്ഡേറ്റിനെ പറ്റിയാണ്. ഒരുപാട് പിള്ളേർക്ക് വന്നേക്കുന്ന സ്റ്റാറ്റസും അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള അപ്ഡേറ്റും വന്നേക്കണോണ്ടാണ് ഡെഫിനറ്റ്ലി നമ്മളിത് എടുത്ത് പറയാനുള്ള കാരണം. അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ സ്റ്റഡി പെർമിറ്റിലും വിസിറ്റ് വിസയിൽ വരുന്നതും അല്ലെങ്കിൽ PR കിട്ടുകയാണെങ്കിൽ ഇവിടെ വരുമ്പോൾ ലാൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഹൈ ചാൻസസ് ആർ ടു ഗെറ്റ് ഇൻ്റർവ്യൂഡ്. അതായത് പണ്ട് ഒരു 100-ൽ 2 പേര് റാൻഡം പിക്കിംഗ് ആയിരുന്നു. ഇപ്പോൾ റാൻഡം പിക്കിംഗ് കൂടുതലായിട്ട് മാറി. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 100 പേരിൽ ഇപ്പോൾ ചിലപ്പോൾ ഹാഫ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ 50, നമുക്ക് എണ്ണം കറക്റ്റ് അറിയില്ല. പക്ഷേ എന്തൊക്കെ വന്നാലും നേരത്തെക്കാളും ഒരുപാട് പിള്ളേരെ ഇതേപോലെ തന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് ബേസിക്കലി. പണ്ട് ഈ പറഞ്ഞ പോലെ അതായത് ചിലപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ഡെപ്ത് എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നും ഉണ്ടാവത്തില്ല. അതായത് ഷോർട്ട് ഇൻ്റർവ്യൂസ് ആയിരിക്കും ഉണ്ടാവുന്നത്. പക്ഷേ ഇപ്പോൾ എന്ന് പറയുമ്പോഴേക്കും ഷോർട്ട് ഇൻ്റർവ്യൂസ് മാറി കുറച്ചുകൂടി കൂടുതൽ ക്വസ്റ്റ്യൻസും കൂടുതൽ ഡീറ്റെയിൽസും ഒക്കെ ഈ പറഞ്ഞ ഇമിഗ്രേഷൻ ഓഫീസേഴ്സിന് അറിയണം. അപ്പോൾ അതിന് വേണ്ടി അവർ കുറച്ചുകൂടി ലോങ് ആയിരിക്കും ഇൻ്റർവ്യൂസ്. കാരണം നേരത്തെയൊക്കെ ഞാനൊക്കെ ഫോർ എക്സാമ്പിൾ വന്ന സമയത്ത് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂ ആയിരുന്നില്ല, പക്ഷേ നമുക്ക് ബേസിക് ക്വസ്റ്റ്യൻസ് കുറച്ചുണ്ടായിരുന്നു. അതായത് എന്തിനാണ് ഇവിടെ വന്നത്, എന്ത് പഠിക്കാനാണ് വന്നത്, എന്തായിരുന്നു പഠിച്ചത്, അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്ത ഡോക്യുമെൻറ്റ്സ് ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ സ്റ്റുഡൻറ്റ് വിസയിൽ കയറി വന്ന സമയത്ത്. പക്ഷേ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ആ ഒരു ക്വസ്റ്റ്യൻസിൽ കൊണ്ട് മാത്രം നിൽക്കാനുള്ള ചാൻസ് ഇല്ല. ഇപ്പം നമുക്കറിയാം, അതായത് ഫോർ എക്സാമ്പിൾ US ഇൻ്റർവ്യൂ ഒക്കെ നടത്തുന്നത് പോലെ തന്നെ അതേ സ്ട്രിക്ട്നെസ്സോട് കൂടി തന്നെയാണ് ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയ്ക്കും വരുന്ന ആൾക്കാർക്ക് ഇൻ്റർവ്യൂസ് നടത്തുന്നത്. അതായത് ബേസിക്കലി നമുക്ക് നാട്ടിൽ നിന്ന് നമുക്ക് വിസ അടിച്ച് കിട്ടിയാലും ഇവിടെ വരുമ്പോൾ അവിടെ വരുമ്പോൾ നമ്മുടെ ഇമിഗ്രേഷൻ ഓഫീസർ അവിടെ സ്റ്റാമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഇമിഗ്രേഷൻ ഓഫീസർ വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മളെ തിരിച്ചയക്കാൻ പറ്റുന്ന കാര്യമാണ്. അതിവിടെ ലീഗലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കയറി വന്നു, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ വിസ ഓഫീസറിനെ ഈ പറഞ്ഞ പോലെ കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് ലൈക്ക് IELTS, ഇപ്പോൾ നമുക്ക് IELTS 7 കിട്ടി, 6.5 കിട്ടി. പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഇമിഗ്രേഷൻ ഓഫീസർ സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ അവർ ഇപ്പോൾ എൻ്റെ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ വന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചു ഏത് പ്രോഗ്രാമാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഈ പ്രോഗ്രാം കൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്, ഇത് ശരിക്കും നടന്ന സംഭവം ഉണ്ടോ, ഇപ്പോൾ ഈ കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഗുണം, എന്താ, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് സ്പെസിഫിക് ആയിട്ട് ഈ കോളേജ് ചൂസ് ചെയ്യാൻ കാരണം, ഇതൊക്കെ എന്നോട് ചോദിച്ചാൽ ഇത് ഞാൻ പ്രതീക്ഷ കാര്യമല്ല, പക്ഷേ ഞാൻ നോർമലായിട്ട് ആൻസർ പറഞ്ഞു. അപ്പോൾ ഇതിവിടെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഈ ഇടയ്ക്ക് ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു. അത് ഗ്രേറ്റ് ബ്രിട്ടൻ, അത് നമ്മുടെ UK കാര്യമാണ്. അതായത് നാട്ടിൽ നിന്ന് ഈ പറഞ്ഞ പോലെ BSc നേഴ്സിംഗ് കഴിഞ്ഞ് വന്ന, അത് നമ്മുടെ കേരളത്തിൽ നിന്നല്ല, നോർത്തിൽ നിന്നാണ്. ആ പുള്ളിക്കാരത്തേക്ക് IELTS 6ഉം 7ഉം ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു ഇമിഗ്രേഷൻ ഓഫീസർ വന്നപ്പോഴേക്കും പുള്ളിക്കാരൻ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും ഉത്തരം പറയാൻ പറ്റുന്നില്ല. അതായത് ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും കോഴ്സ് എന്താണ്, ഇതിലൂടെ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്, പിന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കോഴ്സ് ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ എവിടെയാണ് പോകുന്നത്, നിങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ടൊരു അഡ്രസ്സ് കയ്യിൽ ഉണ്ടാവണം. നിങ്ങൾ ഇന്ന അഡ്രസ്സാണ് പോകുന്നത്, അല്ലെങ്കിൽ അത് ആരാണ്, അല്ലെങ്കിൽ അതിൻ്റെ വല്ല ട്രാൻസാക്ഷൻ, നിങ്ങളത് ഹോട്ടൽ റെൻറ്റ് ഇത് ഉണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് ഫീ, ഇത് റെസിപ്റ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ആണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും പ്രൂഫ് നിങ്ങൾ കാണിച്ചേ പറ്റൂ. അപ്പോൾ ഇതില്ലാതെ നിങ്ങൾ ചുമ്മാ ഒരു ബന്ധമില്ലാത്ത രീതിയിൽ കയറി വരരുത്. കാരണം ഇപ്പോൾ അത് കൂടുതൽ സ്ട്രിക്റ്റ് ഇൻ്റർവ്യൂവിൽ അനീഷ പറഞ്ഞ പോലെ നല്ല രീതിയിൽ, അതിപ്പോൾ ഡയറക്റ്റ് ആ വിസ ഓഫീസറിന് മാത്രമല്ല, അവർക്ക് കൂടുതൽ ചെക്ക് ചെയ്യണമെങ്കിൽ അവരുടെ ഉള്ളിലത്തെ ഓഫീസിലോട്ട് നമ്മളെ വിളിച്ചു വരുത്തി എക്സ്ട്രാ ചെക്ക് ചെയ്യുന്ന കാര്യമാണ്. ഈ ഒരു സിറ്റുവേഷൻ പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു കാര്യം ഞാൻ ഓർത്തത്. അതായത് ഞാൻ ഫസ്റ്റ് കാനഡയിൽ ലാൻഡ് ചെയ്ത സമയത്ത് ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ബേസിക് ക്വസ്റ്റ്യൻസ് എനിക്കുണ്ടായിരുന്നു.
അന്ന് ഈ പറഞ്ഞ പോലെ ഓഫീസേഴ്സ് ചോദിച്ചു. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ എനിക്ക് മുന്നേ ഉണ്ടായിരുന്ന ഒരാൾ, പുള്ളിക്കാരൻ എനിക്കറിയില്ല നോർത്താണോ സൗത്താണോ ഒന്നും എനിക്കറിയത്തില്ല, എനിക്ക് തോന്നുന്നത് ഇന്ത്യക്കാരൻ തന്നെയാണ്. അപ്പോൾ ആളുടെ അടുത്ത് സംസാരിക്കും, അതുപോലെ തന്നെ സ്കോർ കാർഡ് IELTS സ്കോർ കാർഡൊക്കെ എടുത്ത് നോക്കി അവർ. പക്ഷേ ഇവർക്ക് സംസാരിക്കുന്ന സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ ഇവർക്ക് മനസ്സിലായി ആൾക്ക് അങ്ങനെ കൺവേ ചെയ്യാൻ പറ്റണില്ല കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ. അപ്പോൾ അവർ സ്കോർ കാർഡൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ IELTS ഇതിപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഞാൻ കേട്ടു, അതായത് ഈ ഓഫീസറാണെങ്കിൽ അവിടെ നിന്ന് പറയണത് ഞാൻ കേട്ടു, അതായത് 7ഉം 6.5 ഒക്കെ ആണല്ലോ ഫുൾ സ്കോർ, പക്ഷേ എന്നിട്ട് എന്തുകൊണ്ട് ഇവർക്ക് പുള്ളിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇപ്പോൾ വേറൊരു ഓഫീസറിനോട് അവിടെ നിന്ന് ആൾ സംസാരിച്ചിട്ട് അകത്തുനിന്ന് വേറെ ഒരു സ്പെഷ്യൽ ഓഫീസർ കയറി വന്നിട്ട് ഈ കൊച്ചിനെ പിടിച്ചൊരു സൈഡിലോട്ട് മാറ്റിക്കിട്ട് ബാക്കിയുള്ള കോൺവെർസേഷനൊന്നും നമുക്ക് അറിയത്തില്ല എന്താണെന്ന്. പക്ഷെ എന്തായാലും ഇവർ രണ്ടുപേരും കൂടി ആ കൊച്ചിനെ ഒരുപാട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ബേസിക്കായിട്ട് എങ്ങനെയാണ് അവിടെ എത്തിയെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. ഇത് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ ഈ പറഞ്ഞ പോലെ ഭയങ്കര റാൻഡമായിട്ട് 1 or 2 പേരെ ആൾക്കാരെ മാത്രം, അത് നമ്മൾ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ എനിക്ക് തോന്നുന്നത് പെട്ടെന്നൊന്ന് അവർക്ക് ഡൗട്ട് അടിക്കുമ്പോൾ ഇവർ ക്വസ്റ്റ്യൻ ചെയ്യണതായിരുന്നു അന്നൊക്കെ. പക്ഷേ ഇന്നെന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി കൂടുതലാണ്. ഇതിപ്പം ഞങ്ങൾ മെയിനായിട്ട് പറയാനുള്ള കാരണം ചിലപ്പോൾ ആ കൊച്ചിനെ തിരിച്ച് കാനഡയിലോട്ട് തന്നെ പുറത്തോട്ട് വിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഔട്ട്കം എന്താണെന്ന് തിരിച്ച് നാട്ടിലോട്ട് അയച്ചോ നമുക്കറിയില്ല. ഈവൻ അവർക്കൊരു ക്ലിയർ ആയിട്ട് ഉത്തരം കിട്ടും വരെ അവർ ചിലപ്പോൾ ആ ഒരു ദിവസം നമ്മളെ കംപ്ലീറ്റ് അവരുടെ ഡിറ്റൻഷൻ സെല്ലോ അല്ലെങ്കിൽ അവിടെ ഉള്ള എന്തെങ്കിലും നമ്മളെ അവരെ ഇത് ചെയ്യും. അപ്പോൾ ഇത് ചിലപ്പോൾ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ IELTSന്റെ റിക്വയർമെന്റിന്, അതായത് അതിനുവേണ്ടി ചിലപ്പോൾ ഇപ്പോൾ ഏത് സ്കൂളിലാണോ അല്ലെങ്കിൽ ഏത് കോളേജിലാണോ പഠിക്കാൻ പോണേ ചിലപ്പോൾ അവിടെ സ്പെഷ്യൽ എക്സ്ട്രാ കോഴ്സ് എടുക്കേണ്ടി വരുമായിരിക്കും. അങ്ങനെയായിരിക്കും കാനഡയിലോട്ട് എൻട്രി ചെയ്യാൻ കണ്ടീഷൻ അവർ വെച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതിന് എക്സ്ട്രാ നമ്മൾ പോയി നടക്കേണ്ടി വരും. അപ്പോൾ ഇത് പറയാനുള്ള കാരണം വെച്ചാൽ ഈ അടുത്ത് ഒരുപാട് പേർക്ക് അതേപോലെ ഇൻ്റർവ്യൂസ് വന്നിട്ടുണ്ട്. ഈവൻ വിസിറ്റ് വിസയിൽ വന്ന ആൾക്കാർ, നമുക്ക് ഒരുപാട് ആൾക്കാർ പറഞ്ഞൊരു കാര്യമാണ് വിസിറ്റിംഗ് വിസയിൽ വന്ന കാനഡയിൽ ജോലിയുണ്ട്. ഞാൻ പലപ്പോഴും ആയിട്ട് വീഡിയോയിൽ പറഞ്ഞേക്കുന്ന കാര്യമാണ്, അത് കോവിഡിൻ്റെ സമയത്ത് വന്നേക്കുന്ന ഒരു ടെമ്പററി മെഷറാണ്. ആ മെഷറിനെ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്ത് നമ്മുടെ ആൾക്കാർ അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ ആൾക്കാരും ഒരു ലൂപ്പ് ഹോൾ കണ്ട് അത് മാക്സിമം യൂസ് ചെയ്യാനേ നോക്കുള്ളൂ. അപ്പോൾ അതിനെ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടാണ് അത് രീതിയിൽ വന്നത്. അപ്പോൾ ഇവിടെ വിസിറ്റ് വിസയിൽ വന്ന ആൾക്കാരെ പോലും ഇവിടെ തിരിച്ചയച്ചിട്ടുണ്ട്. അതായത് അവരുടെ വിസ ഇവിടെ വന്നിട്ട് അത് തിരിച്ചയച്ചിട്ട് അവരുടെ അടുത്ത് നാട്ടിലത്തെ എംബസിയിൽ അവർ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഒരു പ്രാവശ്യം കൂടി അവർ ചെയ്തിട്ട് വരാനാണ് പറഞ്ഞേക്കുന്നത്. അവർ ഇവിടെ ഇൻ്റർവ്യൂ എടുക്കാൻ പോലും സമ്മതിച്ചില്ല. അത് ഇവിടെ ഈ ലേറ്റസ്റ്റ് ആയിട്ട് അറിഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ വിസിറ്റ് വിസയിലായിക്കോട്ടെ, സ്റ്റഡി പെർമിറ്റ് ആയിക്കോട്ടെ, ഈവൻ PR ആണെങ്കിൽ കൂടിയും അവർ ചോദിക്കുന്ന ഉത്തരത്തിൽ നിങ്ങളൊരു എന്താ പറയുക ശശി തരൂർ ആവാനോ അല്ലെങ്കിൽ പൃഥ്വിരാജ് സുകുമാരനോ ആവാനോ എന്നല്ല പറയുന്നത് ഇംഗ്ലീഷിൽ. നമ്മൾ ബേസിക്കായിട്ട് നമുക്ക് അവരെ കൺവേ ചെയ്യാൻ പറ്റണം. നമ്മളടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ മിനിമം ലെവൽ ഓഫ് ഒരു പ്രൊഫഷ്യൻസിയിലെങ്കിലും നമ്മൾ അവരെ ഒരു കൺവിൻസ് ചെയ്യാനും നമ്മൾ അതിന് പ്രാക്ടീസ് ആയിട്ട് തന്നെ വേണം വരാൻ. നമ്മളടുത്ത് ചോദിച്ചില്ലെങ്കിൽ ഓക്കെ യു ഗോട്ട് ലക്കി എന്ന് വേണം പറയാം. പക്ഷെ എന്നാൽ പോലും ചോദിച്ച് നിങ്ങൾ ആവശ്യമില്ലാത്ത രീതിയിലൊരു എന്താ പറയുക ഒരു എക്സ്ട്രാ ഒരു ചടങ്ങുകൾ പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ട്. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു പുതിയൊരു കൺട്രിയിൽ വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഒരു പക്ഷേ നമുക്കൊരു ആൻസർ കൊടുക്കാൻ പറ്റിയെന്നൊന്നും വരില്ല. കാരണം പലരും പല രീതിയിലായിരിക്കുമല്ലോ പലരുടെയും കോൺഫിഡൻസ് ലെവലൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഇവർക്കത് അറിയാം. ഓക്കെ, ഒരു ന്യൂ ആളാണ്, അപ്പോൾ അയാൾ പുതിയൊരു കൺട്രിയിലോട്ട് വന്നാണ്. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഇവൻ നമ്മുടെ നാട്ടിൽ പോലും ഇപ്പോൾ ഒരു പോലീസ് ഓഫീസറോ ഒരു ഇമിഗ്രേഷൻ ഓഫീസറോ ഒന്ന് കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ പോലും ഒന്ന് പേടിച്ച് അത് അവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ലീനിയൻസ് അവർ തരാതിരിക്കില്ല. ഉറപ്പായിട്ടും നമ്മളൊന്ന് കാമാക്കിയിട്ട് തന്നെയാണ് പിന്നെയുള്ളത്. പക്ഷേ അവർക്ക് മനസ്സിലാവണം നമ്മൾ ആക്ച്വൽ ജെന്യുവിൻ ആയിട്ടുള്ള ഒരാളാണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കണം വെച്ചാൽ ഫ്രോഡുലൻസി എന്ന് പറഞ്ഞ സാധനം എത്രയൊക്കെ റൂൾ ഉണ്ടാക്കിയാലും ആൾക്കാർ അതിലൊരു ഫ്രോഡുലൻസി കണ്ടെത്തിയിരിക്കും. അപ്പോൾ ഒരു ജെന്യുവിൻ ആയിട്ടുള്ള സ്റ്റുഡൻറ്റിൻ്റെ പേരിൽ ഒരു ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ആൾക്ക് ഇപ്പോൾ ഈവൻ പാസ്പോർട്ടും പല കാര്യങ്ങളും അവർക്ക് ഫോർജ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നടക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിനൊക്കെ തടയിടാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ അല്ലെങ്കിൽ ലോങ്ങർ ഇൻ്റർവ്യൂസും അതിനുള്ള കാര്യങ്ങളിലോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഭാവിയിൽ വരാൻ താല്പര്യമുള്ളവർ ഡെഫിനറ്റ്ലി അത് മനസ്സിലാക്കുക. നിങ്ങളെ ഇത് ചെയ്യാൻ പറയണതല്ല, റിയാലിറ്റി ചെക്ക് തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എല്ലാവരുടെ അടുത്തും ടാറ്റ ബൈ ബൈ അല്ലെങ്കിൽ നിങ്ങളൊരു നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടി വന്നിട്ട്, അല്ലെങ്കിൽ ഇവിടെ മാത്രമല്ല നിങ്ങൾ ഏത് രാജ്യത്ത് പോയാലും നിങ്ങൾ അവിടെ നിന്ന് ലാസ്റ്റ് തിരിച്ച് ബൈ ബൈ പറഞ്ഞ് തിരിച്ച് നാട്ടിൽ അപ്പോൾ തന്നെ പോകേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാനും പോലും പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് മസ്റ്റായിട്ട് നിങ്ങൾ ചിന്തിക്കുക. അത് ജസ്റ്റ് അതിനെപ്പറ്റി ഒരു അപ്ഡേറ്റ് ആണ് ഞങ്ങൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ.